ഹലോ ഫ്രണ്ട്സ്, സുബീഷ് ഷൈൻ ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത വ്ളോഗായിട്ടാണ്. ഇത് ഒരു മൗണ്ടൻ ഹൈക്കിംഗ് ആണ്. ഈ മൗണ്ടൻ എവിടെയാണെന്ന് വെച്ചാൽ ഫുജറയിൽ ദിബ എന്ന സ്ഥലത്ത് അക്കാബ് ബീച്ചിന് ഓപ്പോസിറ്റുള്ള ഒരു മൗണ്ടനാണ്. ഈ മൗണ്ടൻ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു 350-400 മീറ്ററെങ്കിലും ഹൈറ്റ് വരും. എന്നിരുന്നാലും വലിയ കുറച്ച് റിസ്ക് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കണ്ട വ്യൂ അത്ര ക്ലിയർ ഇല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സൂര്യന് ഉദിച്ച് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ഉണ്ട്, അത് കാണാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ കണ്ട സൂര്യൻ പതുക്കെ പതുക്കെ ഉദിച്ച് വരികയാണ്. അതിൻ്റെ ഭംഗി നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള വ്യൂ ഇതാണ്. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, കാണുന്ന നല്ല നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വ്യൂ ആണിത്, സൂര്യൻ സൺറൈസ്. അപ്പോൾ അത് അപ്പോൾ സൺറൈസ് കഴിഞ്ഞിരിക്കുകയാണ്. സൺറൈസ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മൾ 5 പേരുണ്ട്, 5 പേരാണ് വന്നിരിക്കുന്നത്. 5 പേരും അപ്പോൾ റെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. ബാക്കി നമ്മൾ വിശേഷങ്ങൾ മുകളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് മുകളിൽ പോയിട്ട് കാണാം. ടോപ്പെത്താനായിട്ടുണ്ട്. ടോപ്പെത്താനാകുമ്പോൾ തന്നെ നമ്മളതിൻ്റെ വ്യൂസൊക്കെ ഇങ്ങനെ കുറച്ച് താഴെ നിന്നുള്ള വ്യൂസ് നോക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഇവിടെ കുറേ ഫാമുകളൊക്കെ ഉണ്ട്, അഗ്രികൾച്ചർ ഫാമുകളാണ്. അപ്പോൾ അതാണ് അത് പച്ചയായിട്ട് കാണുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ വീടുകളാണ്. പിന്നെ കാണുന്നത് ബീച്ചാണ് ഫുള്ളായിട്ട് കാണുന്നത്. ഈ ബീച്ചും പിന്നെ ഹോട്ടലുകളൊക്കെയാണ്. ഈ ഹോട്ടലിൻ്റെ ഏരിയകളാണ് ഇതെല്ലാതും. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി കയറാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി പോവുകയാണ്. ഇനി കുറച്ചുകൂടി എത്താനുണ്ട് നമുക്ക്. ഇപ്പോൾ അത് ആ കാണുന്ന ഫ്ലാഗാണ് നമ്മുടെ എൻഡ് പോയിന്റ്. അപ്പോൾ എൻഡ് പോയിന്റിലേക്ക് നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം കൂടി നമുക്ക് എൻഡ് പോയിന്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം തീർച്ചയായിട്ടും വന്ന് കാണണം. എന്ന് വെച്ചാൽ ഈ സ്ഥലം ലീ മെറിനയുടെ ഓപ്പോസിറ്റാണ്. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ ഒരു വഴിയുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ടോപ്പിക്ക് എത്താനുള്ള ദൂരം. ഇതിൻ്റെ കൊടി കണ്ടില്ലേ, അവിടെ താഴെ നിന്ന് നോക്കിയാൽ ഈ കൊടി കാണാം. അപ്പോൾ എല്ലാവരും ഇത് സ്ഥലം വന്നിട്ട് കാണാം. അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം നമുക്ക് വരാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വരിക. അത്രയും നല്ലൊരു കുറച്ച് റിസ്ക് ആയിട്ടുള്ള വഴിയാണിത്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തി നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ ടോപ്പിൽ നിന്നുള്ള എല്ലാ വ്യൂ ഒക്കെ കണ്ട് ഇനി ടോപ്പിൽ നിന്നുള്ള കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ കൂടി നമ്മൾ ടോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. കാണുന്നതെല്ലാം ഈ പച്ച ഗ്രീൻ കളർ കാണുന്നതെല്ലാം ഈ ഫാമുകളാണ്. ഈ വൈറ്റ് കാണുന്നതെല്ലാം വീടുകളാണ്. ഇത് നമ്മളുടെ ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. പിന്നെ മൗണ്ടൻ കണ്ടില്ല, മൗണ്ടൻ എന്താ ഭംഗിയായിട്ട് കാണുന്നത്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇറങ്ങുമ്പോഴാണ് കുറച്ചുകൂടി റിസ്ക്കുകൾ എനിക്ക് തോന്നിയത്. കയറുമ്പോൾ അത്ര റിസ്ക് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ആണ് കാണുന്നത്. റോഡുകളൊക്കെ കണ്ടത് അപ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലത്ത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ താഴോട്ടേക്ക് കുറച്ചും കൂടി എത്തി. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഇനി കുറച്ച് മുകളിലോട്ടൊന്നും താഴോട്ട് പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കണം. നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ലീ മെറിഡിയൻ ഹോട്ടലിൻ്റെ വ്യൂ ആണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്യാമറയിൽ അഭി നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വഴിയൊക്കെ കറക്റ്റ് ഒരാൾക്ക് പോകാനുള്ള വഴിയുള്ളൂ. പക്ഷേ നമ്മൾ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകും. അത്രയും കുറച്ച് എന്താ പറയുക, കുറച്ച് റിസ്ക്കുള്ള വഴിയാണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കെയർ ചെയ്യണം. അത്രയും കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണിത്. ഈ വഴിയാണ് നമ്മൾ വരുന്ന വഴിയാണ് കാണിച്ചത്. കറക്റ്റ് ഒരാൾക്ക് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ താഴോട്ട് എത്തും. താഴോട്ട് എത്താൻ ഏകദേശം ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൗണ്ടൻ ഹൈക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതാണ് വഴി. ഇത് വഴി പോകാൻ കുറച്ച് റിസ്ക്കുള്ള വഴികളാണ്. എന്താ വെച്ചാലും ആൾക്കാർ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്നത് ഫുജറയിൽ ദിബ്ബ എന്ന സ്ഥലത്ത് അക്ക റൗണ്ട് അബൌട്ടിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ ലീമറിഡിൻ്റെ ഓപ്പോസിറ്റ് എന്നൊക്കെ പറയും. അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്, അതാണ് അതിൻ്റെ സ്ഥലം. സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ വഴിയൊക്കെ ഒന്ന് വന്ന് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടനും അമർത്തുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.